പ്രശാന്ത് സാർ നമസ്കാരം. കുംഭമേളയെ പറ്റി നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ, അതുപോലെ തന്നെ ട്രോളുകൾ ഒക്കെ നിരന്തരമായി ചില ആളുകളുടെ ഭാഗത്തു നിന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇത് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ആചാരത്തെ ഏതോ RSSനെ വിമർശിക്കുക അല്ലെങ്കിൽ സംഘികളെ വിമർശിക്കുക എന്നൊക്കെ ഉന്നം വെച്ചുകൊണ്ട് ഒരു കോടാനുകോടി ആളുകൾ പങ്കെടുക്കുന്ന, അതായത് മതവിഭാഗത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന, സനാതന വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു വലിയ പുണ്യമായിട്ടുള്ള ഒരു ആചാരത്തെ ഒരു വിലയും കൊടുക്കാതെ എതിർക്കുന്ന ഒരു സ്ഥിതി, ട്രോളുന്ന സ്ഥിതി, പരിഹസിക്കുന്ന സ്ഥിതി ഇന്ന് സംജാതമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ തോതിൽ ആരാണ് നിൽക്കുന്നത്, ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് പരസ്യമായിട്ട് ഇത്തരം ട്രോളുകൾ ഉണ്ടാക്കുന്ന, സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാതെ ആക്ഷേപിക്കുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുഖത്തോടുകൂടി ഈ നമ്മുടെ പ്രതിപക്ഷത്തെ പല നേതാക്കന്മാരും അതിനേക്കാളേറെ രൂക്ഷമായ ഭാഷയിലാണ് കുംഭമേളയെ ഇങ്ങനെ അപഹസിക്കുന്നത്. മമത, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ, ഇന്ത്യ മുന്നണിയിലെ പല ആളുകളും. ഇവർക്ക് എന്താണ് സാർ ഈ കുംഭമേളയോട് ഇത്ര അലർജി? ഇപ്പം കുംഭമേള എന്ന് പറഞ്ഞാൽ ലോകത്തുടനീളം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കുംഭമേള നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു കാര്യവുമാണ്. പക്ഷെ ഇപ്രാവശ്യം 104 കൊല്ലത്തിനിടയ്ക്ക് നടക്കുന്ന ഒരു കുംഭമേള, അല്ലെങ്കിൽ 12 കൊല്ലത്തിനിടയ്ക്ക് നടക്കുന്ന കുംഭമേളയിൽ ഈ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം അതിനൊരു പ്രത്യേക, അല്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടി അവരത് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ കുംഭമേളയുടെ ഒരുക്കം, അല്ലെങ്കിൽ അതിനുശേഷം അതിനകത്ത് വരുന്ന ജനത്തിന്റെ ബാഹുല്യം, ഇപ്പൊ ഏതാണ്ട് 56 കോടി ജനം വന്നു കഴിഞ്ഞു എന്നാണ് അനൗദ്യോഗികം അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന റിപ്പോർട്ട്. 3 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തികവും അല്ലെങ്കിൽ ഖജനാവിനകത്ത് മാത്രം ടാക്സ് ഇനത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കുംഭമേള ഈ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരവും ഇതിനകത്തൊരു ഏകീകരണം, കുംഭമേളയ്ക്ക് പങ്കെടുക്കുന്നവരെല്ലാം ആ സംസ്കാരത്തിന്റെ ഭാഗമാകുന്നു. വിദേശത്തു നിന്ന് വരുന്നവരായാലും ഇവിടുന്ന് പോകുന്നവരായാലും പിന്നെ യുനെസ്കോ പോലുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുംഭമേളയിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കുളി, ഒരു തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുളിക്കുക എന്നുള്ള. അപ്പൊ ഒരു കുളിയിൽ ഇത്രയും റിസ്ക് എടുക്കുകയും കോടാനുകോടി ജനങ്ങൾ ഒത്തുചേരുകയും അതിനകത്ത് വരുന്ന ആൾക്കാരുടെ പ്രത്യേകത, സെലിബ്രിറ്റീസ് വരുന്നു, ഈ പറയുന്നത് പോലെ സന്യാസിമാര് വരുന്നു. സന്യാസിമാരെ പറ്റി പല രാജ്യത്തുനിന്ന് 17 രാജ്യത്തുനിന്ന് ആളുകൾ വരുന്നു. അവരെല്ലാം ഇതിനെപ്പറ്റി പഠിക്കാനാ വരുന്നത്, ഇതിനത് കാണാൻ. വരുമ്പം ഒന്നും മനസ്സിലാവുന്നില്ല വാർത്ത. അതിനകത്ത് സന്യാസിമാര് വരുന്നതിനകത്ത് ആകെ സന്യാസിമാരുണ്ട്, അല്ലെങ്കിൽ പറയുന്ന അഘോരികളുണ്ട്, പല സന്യാസിമാരുണ്ട്. ഇവരെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാതെ ഒരു വ്യക്തതയില്ല. പക്ഷെ ഇവർക്കൊക്കെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നതും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളും, അല്ലെങ്കിൽ ലോകത്ത് എല്ലാം ചന്ദ്രന് വരെ പോയി, അല്ലെങ്കിൽ ഇനി പലയിടത്തും പോകാൻ നിൽക്കുന്നവർക്കൊക്കെ അവർക്കപ്പുറം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനപ്പുറം ഒക്കെ ഉള്ള ഒരു ശേഷി ഉണ്ടെന്നും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടുന്നു, എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നതിനെ പറ്റിയൊക്കെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമാണ് ഈ കുംഭമേളയ്ക്കകത്ത് ഇപ്പൊ ആശങ്കയുള്ളത്. അതിന്റെ അകത്തുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആശങ്ക എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം കുംഭമേളയോടുകൂടി രോഗിയാച്ചാൽ ലോക നേതാവായി. ലോക നേതാവ് എന്ന് പറയുമ്പോൾ ഞാനീ പറഞ്ഞ ലോകത്തിൽ ഉടനീളമുള്ള ആൾക്കാർ ഇത്രയും ഒരു രാജ്യത്തിനകത്തൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇത് വലിയ രീതിയിൽ നടത്താൻ ശ്രമിക്കുന്നു. കാരണം ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സംഗമം ലോകത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആ സംഗമത്തിനകത്ത് ഇത്രയും സുരക്ഷ ഒരുക്കുന്നു, അതിനകത്ത് വന്ന പാളിച്ചകളെല്ലാം കണ്ടെത്തി അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ ഇത് ഒരു ധ്രുവീകരണമാകുമോ, നാളെ കാലത്ത് ഇവരുടെ ഭാഗം മാത്രമാകുമോ എന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആശങ്കയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്. ഇപ്പൊ കുംഭമേളയ്ക്കകത്ത് പല എതിർപ്പുകളും അല്ലെങ്കിൽ ട്രോളുകളും ഒക്കെ ഈ പറയുന്നത് പോലെ പാർത്ഥൻ പറഞ്ഞു. ഈ ട്രോളുകള് എതിർപ്പുകളും ഒക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊന്നും അല്ല. ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറയുമ്പോഴും കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരങ്ങൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഓരോ ആചാരങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഇതെല്ലാം നടത്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ ആചാരങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട്. പക്ഷെ വളരെ ചെറു ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാര് ഈ പറയുന്ന ട്രോളിന്റെ ഭാഗമാകുന്നു. അവർ മൊത്തം ഒരുപക്ഷെ അവരുടെ ട്രോളും അവരുടെ വർത്തമാനം പറച്ചിലും മുസ്ലിങ്ങൾക്ക് മൊത്തം ആക്ഷേപം കിട്ടുന്ന രീതിയാവും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഭാഗമായാലും അങ്ങനെ ആവുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ അത് എതിർത്ത് പോകുമ്പോൾ അപ്പം അങ്ങനത്തെ ഒരു എതിർക്കുന്ന സംസാരിക്കുന്നവരെ അവര് മോശമാക്കുന്നു. അല്ലെങ്കിൽ അപ്പം ഈ മുസ്ലിങ്ങളുടെ മുഖമായിട്ട് ഈ പറയുന്ന ചെറുത് ന്യൂനപക്ഷം നോക്കിയാൽ ചിലപ്പോൾ 5% കാണും.
അവരാണ് കുംഭമേളയിൽ കഴിഞ്ഞ ദിവസം അട്ടിമറി നടത്തിയതെന്ന് വരുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം ഇത് വന്നു. കുംഭമേളയിൽ നടന്ന മരണത്തിന്റെ പുറകിൽ അട്ടിമറി ഉണ്ടെന്ന്, അല്ലെങ്കിൽ അതിനകത്ത് വളരെ കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കേരളത്തിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കുംഭമേള മൃത്യുമേളയാണെന്ന് നമ്മുടെ ദീദി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് മുമ്പത്തെ ദിവസം ഈ ബീഹാറിന്റെ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് കുംഭമേള അർത്ഥശൂന്യമാണ്. അതിന് ഏറ്റവും ആദ്യം പറഞ്ഞത് AICCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗംഗയിൽ കുളിച്ചാൽ പട്ടിണി മാറുമോ എന്ന് പറഞ്ഞു. ഗംഗയിൽ കുളിച്ചാൽ പട്ടിണി മാറുമോ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം പറയുന്ന ആരൊക്കെ പറയുമെന്ന് ഉറ്റുനോക്കി നിന്നപ്പോൾ പറയാൻ ശകലം താമസമെടുത്തെന്ന് ഉള്ളതേ ഉള്ളൂ. ചെറിയ പറഞ്ഞു തുടങ്ങി. അതായത് ബീഹാറിൽ അടുത്ത ഉടനെ തന്നെ ഈ പറയുന്ന ഇലക്ഷൻ ഉണ്ട്. ബീഹാറിൽ വളരെ കൂടുതലായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. അപ്പം മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ഒരു മഹാകുംഭമേളയെ ആക്ഷേപിക്കുന്നതായിട്ടാണ് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാതെ ഈ മഹാകുംഭമേളയെ എല്ലാവരും കാണുന്നത് ഇപ്പൊ ആപ്പിളിന്റെ മുതലാളി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഇത് ആശ്ചര്യത്തോടുകൂടി കാണുമ്പോഴും അപ്പൊ അതിനെക്കാട്ടി വലിയ തലച്ചോറുള്ളവനോ അല്ലെങ്കിൽ വിവരമുള്ളവനോ ഒന്നും അല്ല ഈ പറയുന്ന ലാലു പ്രസാദ് യാദവ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പലവട്ടം ആ രാജ്യത്തിന്റെ ആൾക്കാരുടെ അജ്ഞത കൊണ്ടും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആൾക്കാരുടെ മോശമായ അവസ്ഥ കൊണ്ടും ഒക്കെ മുഖ്യമന്ത്രി ആയിപ്പോയതാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിട്ട് പുള്ളി കക്ഷിയാണെന്ന് നമുക്ക് അംഗീകരിക്കാം. അദ്ദേഹത്തെ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ധ്രുവീകരണ രാഷ്ട്രീയം. അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളെ ഈ രീതിയിൽ ഞങ്ങൾ കുംഭമേളയുടെ ഒന്നും ഭാഗമല്ല, അല്ലെങ്കിൽ ആ സംസ്കാരത്തിന്റെ ഒന്നും ഭാഗമല്ല, അതിനെ എതിർക്കുന്നുള്ള ആളായിട്ട് നിൽക്കുന്നതായിട്ട് വരുത്തി തീർക്കുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാകുമോ എന്നാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇന്ത്യയെ അവഹേളിക്കാനും ഇവിടുത്തെ ദേശീയതയെ അവഹേളിക്കാനും അല്ലെങ്കിൽ സംസ്കാരത്തെ അവഹേളിക്കാനും ഒക്കെ വളരെ കാലം മുമ്പേ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ ഉണ്ടോ എന്ന് പരീക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. അത് തന്നെയാണ് ഇപ്പം ഈ കുംഭമേളയുടെ ഭാഗത്ത് പ്രധാന പ്രതിപക്ഷം എന്ന് ഇപ്പോഴും പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മളൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അത് ചിലപ്പോ കൈകൊള്ളുമെന്ന് കണ്ടുകൊണ്ട് അവിടെ നിർത്തിയതാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ അഭിപ്രായം. കഴിഞ്ഞ ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോക്കിയപ്പോഴും അവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതായിട്ടാണ് ഇലക്ഷൻ റിസൾട്ടുകളും വരുന്നത്. മുസ്ലിങ്ങൾ മാത്രം ഉള്ള സ്ഥലത്ത് അവർക്ക് വോട്ട് കിട്ടുന്ന ഒരവസ്ഥ. പണ്ട് മുസ്ലിങ്ങളുടെ വോട്ടിന്റെ കൂടെ ഞങ്ങൾ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ കബളിപ്പിച്ച് വോട്ട് മേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ധ്രുവീകരണം കൂടുതലാകുമ്പോൾ, അല്ലെങ്കിൽ ഈ കുംഭമേളയോട് കൂടി ഒരു ധ്രുവീകരണം വല്ല സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്, ഞാനീ പറയുന്നത് ഈ ഹിന്ദുവിന്റെ മാത്രമല്ല, ഈ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടും ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ നിൽക്കുന്ന ആളുകളുടെ ഭാഗമായിട്ടും, സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യ ആദ്യം എന്ന് പറയുന്ന മുസ്ലിം വരും, ഇന്ത്യ ആദ്യം എന്ന് പറയുന്ന ക്രിസ്ത്യാനി വരും, അവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നമ്മൾ കൂട്ടിയോജിപ്പിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു ഗവൺമെന്റ് സംവിധാനത്തിനെ കൂടെ നിന്നാൽ ഇവരൊക്കെ അപ്രസക്തരാകും. അപ്പം വീണ്ടും ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് കുംഭമേള ഉപയോഗിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അപ്പം അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് കുംഭമേളയും അല്ലെങ്കിൽ ഈ സംസ്കാരത്തെയും അല്ലെങ്കിൽ ഇതുപോലെ മതേതര ജനാധിപത്യ രീതിയിൽ പോകുന്ന രാജ്യത്തിനകത്ത് വർഗീയ കാർഡ് ഇളക്കുന്നവരും അല്ലെങ്കിൽ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ നിൽക്കുന്നവരും ഒരു ചെറു ന്യൂനപക്ഷമാണെങ്കിലും അവർക്ക് വേണ്ട പ്രമോഷൻ കൊടുക്കാൻ തയ്യാറാകുന്ന രീതിയിലും, അല്ലെങ്കിൽ അവർ കലാപം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ആ കലാപത്തിന് ആക്കം കൂട്ടാൻ നിൽക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പോക്ക്, അല്ലെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും വളരെ കൂടുതലായിട്ട് അവരെ സഹായിക്കുന്ന രീതിയിൽ, ഇപ്പൊ പ്രത്യക്ഷത്തിൽ ഇത്രയും പറയുമ്പോൾ അവരെ കോപ്പ് കൂട്ടുന്നതിനും അവർക്ക് വേണ്ട സഹായം കൊടുക്കുന്നതിനും ഒക്കെ ഇവർ എത്രത്തോളം പണിപ്പെടുന്നു എന്ന് നമ്മൾ ശ്രമിക്കേണ്ടി വരും. അതായത് കുംഭമേളയിൽ നമ്മൾ കണ്ടെത്തിയ അട്ടിമറി ഒരുപക്ഷെ ഈ അട്ടിമറി നടത്തിയ ടൂൾ മാത്രമായിരിക്കും. ആ അട്ടിമറിക്ക് പുറകിലുള്ളത് ഈ പ്രതിപക്ഷം തന്നെയായിരിക്കും. ഈ പറയുന്ന പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് ആയിരിക്കും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും ആയിരിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതായത് മുസ്ലിം സഹോദരങ്ങളല്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് മൗലാന സാജിദ് റാഷിദി ആൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹമാണ് പറയുന്നത്, നിങ്ങൾ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരു വലിയ സമൂഹം അല്ലെങ്കിൽ ഒരു സംസ്കാരം, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളായിട്ട് പോലും നിൽക്കുന്ന നിങ്ങൾ ഇത് മൃത്യുമേളയാണെന്ന് അവഹേളിക്കുന്നത് ശരിയല്ല. അതൊരിക്കലും പാടില്ല. ആൾക്കാരുടെ വികാരത്തെ അതേ രീതിയിൽ കാണണം. അത് ജാതിമത ഭേദമന്യേ ഏത് മനുഷ്യന്റെ വികാരത്തെ നമ്മൾ അവരുടെ വികാരത്തിന്റെ വലിപ്പത്തിൽ കാണുമ്പോഴാണ് നമ്മൾ ആളാവുന്നത് അല്ലെ കക്ഷിയാവുന്നത്. ഇപ്പം പാർത്ഥന്
നിന്റെ ജാതി ജാതിയോട് അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആചാരത്തോട് എനിക്ക് ബഹുമാനം ഉണ്ടാകുമ്പോഴാണ് ഞാൻ മറ്റൊരു ജാതിയിൽ ഏറ്റവും പ്രബുദ്ധനാവുന്നത്. അങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ. അങ്ങനെ കാണുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, കുംഭമേള ഒരു വലിയ മഹാമേള, ലോകത്തില് ആർക്കും അതിശയത്തോടു കൂടി കാണുന്നു. അല്ലെങ്കിൽ ഇതിന്റെ പുറകിലെ ഈ കൂട്ടായ്മയും അല്ലെങ്കിൽ ഒത്തുചേരലും ഈ സമുദ്രത്തിന്റെ അർത്ഥവും ഒന്നും ഈ പറയുന്ന ആര് പരീക്ഷിച്ചണക്കെയും അല്ലെങ്കിൽ ആര് നോക്കിയണക്കെയും കണ്ടെത്താൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നു. അതാ വലിയ വലിപ്പത്തിൽ നടക്കുന്നു. അപ്പൊ അത് ഇന്ത്യയുടെ ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ലോകം അംഗീകരിക്കുന്നു. അതിനെ വെച്ചും അല്ലെങ്കിൽ ആ സംസ്കാരത്തെ വെച്ചും ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കി തന്റെ ഭാഗത്ത് വോട്ട് സമ്പാദിക്കുന്നതിനും അല്ലെങ്കിൽ ആ ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ കൂടി നിലനിൽക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ പറയുന്ന ഏറ്റവും അവസാനം ഏറ്റവും മോശമായിട്ട് മൃത്യുമേള എന്ന് പറയുന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം ഇന്ത്യാഭിമാനത്തിന്റെ രാഷ്ട്രീയമാണ്. അവർക്ക് പശ്ചിമ ബംഗാൾ ഒരു പ്രത്യേക രാജ്യമാക്കി കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. അവർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അവിടെ കയറ്റി ആ രാജ്യത്തിന് അകത്ത് നിന്നിരുന്ന ആ രാജ്യത്തിന്റെ സത്വ തന്നെ നശിപ്പിച്ചു. അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി ആ രാജ്യത്ത് പറയുമ്പോൾ ആ സംസ്ഥാനത്ത് ഉടനീളമുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചു. എല്ലാ നിയോജക മണ്ഡലങ്ങളും, അത് ലോക്സഭയുടെ ആയാലും കൊള്ളാം, നിയമസഭയിലെ ആയാലും കൊള്ളാം, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കടന്നു കയറ്റി അവർക്ക് വ്യാജ കാർഡുകളൊക്കെ ഉണ്ടാക്കി, ഐഡന്റിറ്റി കാർഡുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം സൃഷ്ടിച്ചു. ഇനി അവർക്ക് വേണ്ടത് ഇപ്പോഴത്തെ സംസാരത്തിൽ നിന്നും ഇതിനു മുമ്പത്തെ സംസാരങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത് അവർക്ക് അവിടെ ഒരു വിഭജനം ഉണ്ടാകും. ഈ ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം അവരൊന്ന് ഭയന്നു. അവർക്ക് ഭയന്നെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിൽക്കുമോ, ബംഗ്ലാദേശികൾ ആക്രമിച്ചാൽ അതൊരു സ്വതന്ത്ര രാജ്യമാകാൻ സാധിക്കുമെങ്കിൽ കുഴപ്പമില്ല, അത് ബംഗ്ലാദേശിന്റെ ഭാഗമായി പോകുമോ എന്നുള്ളൊരു ഭയം വെച്ചാണെന്ന് അവർ സംസാരിച്ചു. അതൊരു സ്വതന്ത്ര രാജ്യമാകുകയും അവരതിന്റെ പരമാധികാരിയാകുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ അവരതിന് തയ്യാറാകുന്ന രീതിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് വളരെ കാലമായിട്ട് ഇരിക്കുന്നത്. കാരണം അവർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അത് നടക്കത്തില്ലെന്ന് അവർക്ക് ഇപ്പൊ മനസ്സിലായി. കാരണം രാഷ്ട്രീയത്തിനകത്ത് വളരെ ദീർഘമായിട്ട് വീക്ഷണമുള്ളവരും സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവരുമായിട്ടുള്ള സ്ത്രീ, അവരെ രാഷ്ട്രീയത്തിൽ കുറച്ച് കാണാൻ പറ്റത്തില്ല. പക്ഷെ അവർ ഇപ്പം കളിക്കുന്ന രാഷ്ട്രീയം ഒരിക്കലും ഒരു ജനത്തിനോ ഒരു രാജ്യത്തിനോ പറ്റിയല്ല. അവർ കളിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രദേശത്ത് അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിന് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല, പ്രദേശത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല, അവർക്ക് വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ലോകം ഉറ്റുനോക്കുന്ന മഹാകുംഭമേളയെ പോലും മൃത്യുമേള എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം പാർത്ഥ നമുക്ക് മനസ്സിലാവുന്നത്, ഈ കുംഭമേള കലക്കുന്നതോ അല്ലെങ്കിൽ ഈ കുംഭമേള ഇല്ലായ്മ ചെയ്യുന്നതോ ഈ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനോ ഒന്നും മുസ്ലിം സഹോദരങ്ങളല്ല നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇവിടെ പ്രതിപക്ഷവും ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് വാദിക്കുന്നവരുമാണ്. രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് വാദിക്കുന്നത് ആരാണെന്ന് കൂടുതൽ തിരയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് അത് പ്രതിപക്ഷം തന്നെയാണ്. ശരി സാർ, എന്തായാലും ഈ മമതാ ബാനർജിയൊക്കെ ചേർന്ന് നടത്തുന്ന ഇത്തരം നാടകങ്ങൾക്ക്, അതായത് ഹിന്ദുവിൻ്റെ ആചാരത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം മതത്തെ അല്ലെങ്കിൽ മറ്റൊരു മതത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരെ തമ്മിലൊരു സ്പർദ്ധയുണ്ടാക്കി ആ വോട്ട് കൊണ്ട് ജയിക്കാമെന്നുള്ള ഒരു വ്യാമോഹത്തെ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ ഇന്ത്യയിലെ ജനങ്ങൾ എന്തായാലും തിരിച്ചറിയും എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.